ഞാൻ വീടിന്റെ അടുത്ത് 100 മീറ്റർ അപ്പുറത്ത് വീട്ടിലേക്ക് സാധനം വാങ്ങാൻ ഇറങ്ങിയതായിരുന്നു. അപ്പൊ അതാൻ്റെ അടുത്ത് ബീവറേജ് ഉണ്ട്. അവിടെ വെച്ചിട്ട് ഒരു 9-9:30 സമയത്ത് രണ്ടുപേര് അവിടെ ബീവറേജ് അടച്ചതിന് ശേഷം അവിടുന്ന് മദ്യം വന്ന് ഗേറ്റ് വഴി മദ്യം വന്ന് കണ്ടു. ഞാനത് വീഡിയോ എടുത്തപ്പോൾ അവരെന്നെ എന്നോട് ചോദിച്ചു എന്താണ് വീഡിയോ എടുത്തു. ഞങ്ങൾ സേമം പോലീസ് സ്റ്റേഷനിലെ ആൾക്കാരെ കൊണ്ട് എന്നെ മർദ്ദിക്കേണ്ടത്. എനിക്ക് ശരീരം മൊത്തം വേദനയാണ്. കാരണം 9 മണിക്ക് ശേഷം മദ്യം കൊടുക്കുന്നത് അത് തെറ്റാണ്. അത് കളവ് മുതലാണത്. അങ്ങനെ സംഭവം ഉണ്ടായത്. എനിക്ക് ശരീരം മൊത്തം വേദനയാണ്. 2 പോലീസുകാരുണ്ടായിരുന്നു, അവരെന്നെ മർദ്ദിച്ചു. ഫോണെടുത്ത് വലിച്ചെറിഞ്ഞു. ഞാനിപ്പോൾ എടപ്പ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഞാൻ അഡ്വക്കേറ്റ് റനീഷാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി ഒരു 10 മണിയാകുമ്പോൾ എൻ്റെ ഒരു കക്ഷി എന്നെ വിളിച്ചു. ആൾ എടപ്പാൾ ഹോസ്പിറ്റലാണ്, ഗവൺമെന്റ് ഡോക്ടർ എടപ്പാൾ ഹോസ്പിറ്റലാണ്. ആളെ എന്നെ 2 പേര് ചേർന്നിട്ട് മൃഗീയമായിട്ട് ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആൾ വിളിക്കുന്നത്. അപ്പോൾ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എന്താണെങ്കിൽ രാത്രി ഒരു 9:30 മണിയാവുന്ന സമയത്ത് ഇയാളുടെ വീട് എടപ്പാൾ ബീവറേജിന്റെ ഓപ്പോസിറ്റാണ് ഇയാളുടെ വീട്. അപ്പോൾ ഇയാൾ സാധനം മേടിക്കാൻ വേണ്ടി 9:30 മണിക്ക് പുറത്തിറങ്ങുമ്പോൾ ബ്യൂറോയുടെ ഷട്ടറൊക്കെ താന്നു കിടക്കുകയാണ്. കൂടാണ്ട് ബ്യൂറോയുടെ ഗേറ്റ് ഒക്കെ ക്ലോസ്ഡ് ആണ്. ഈ സമയത്ത് 2 ആൾക്കാർ ബ്യൂറോയിലിന്റെ അവിടെയുള്ള ഒരു സ്റ്റാഫിന് പണം കൈമാറുന്നതും കുപ്പി കൈമാറാനുള്ള ബോട്ടിൽ കൈമാറാനുള്ള കാര്യങ്ങളും കണ്ടപ്പോൾ ഇയാളത് വീഡിയോ എടുക്കാൻ ശ്രമിച്ചു. അപ്പൊ ഈ വീഡിയോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഈ 2 പേര് ഇയാളുടെ വീഡിയോ എടുക്കുന്നത് തടയുകയും ആളെടുത്ത മൊബൈൽ തട്ടിപ്പറിച്ചിട്ട് ഞങ്ങൾ ചങ്ങനകുളത്തെ പോലീസുകാരാണ്, ഞങ്ങളെയാണ് അവിടെ വീഡിയോ എടുക്കുന്നത് എന്നുള്ള രീതിയിൽ ഇയാളെ മർദ്ദിച്ച് അവശനാക്കാണ്. ഇതിലൊരു പ്രശ്നം എന്താണെങ്കിൽ 9 മണി വരെ ബ്യൂറോയിൽ സെയിൽ പാടുള്ളൂ. 9 മണിക്ക് ശേഷം കൗണ്ടർ ക്ലോസ് ചെയ്യും. കൗണ്ടർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുപ്പി പോലും ഒരു ബോട്ടിൽ പോലും അവിടുന്ന് വിൽക്കാൻ പാടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും 9 മണിക്ക് ശേഷം അവർക്ക് ബില്ലടിക്കാൻ പറ്റില്ല. ബില്ലടിക്കാൻ പറ്റാത്ത സമയത്ത് ഇവരൊരു ബോട്ടിൽ പുറത്തേക്ക് കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ അത് കളവാണ്. ബ്യൂറോയിന്റെ മുതല് സ്റ്റാഫും പോലീസുകാരും എല്ലാവരും ചേർന്നിട്ടുള്ളൊരു കളവ് നടത്താണ്. ഇപ്പൊ പോലീസുകാർ അവരുടെ അധികാരം ഉപയോഗിച്ചിട്ട് ബ്യൂറോയിലെ സ്റ്റാഫിനെ സ്വാധീനിച്ച് കൗണ്ടർ ക്ലോസ് ചെയ്ത സമയത്തും ബില്ലടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കളവായിട്ട് മദ്യം ശേഖരിക്കുകയും ഈ ശേഖരിച്ച മദ്യം ഈ കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ മൃഗീയമായിട്ട് മർദ്ദിക്കുകയും ചെയ്യാണ്. അപ്പോൾ അതുകൂടാണ്ട് ഇയാളുടെ വീഡിയോ എന്നാണ് ഞങ്ങൾ പോലീസുകാരെ വീഡിയോ എടുക്കാൻ നീ ആരോടാന്ന് ചോദിച്ചിട്ട് അവൻ അടിക്കുകയാണ്. നോക്കേണ്ട കാര്യം എന്നാണെങ്കിൽ കേരള പോലീസ് ആക്ടിലും DGPയുടെ സർക്കുലറിലും പറയുന്നുണ്ട് പൊതു ഇടങ്ങളിൽ വീഡിയോ എടുക്കുന്നത് പോലീസുകാർ തടസ്സപ്പെടുത്താൻ പാടില്ല. പോലീസ് സ്റ്റേഷൻ പോലും പൊതു ഇടമെന്ന് പറയുന്നത്. അപ്പോൾ പൊതു ഇടത്തിൽ ഒരിക്കലും വീഡിയോ എടുത്ത് തടസ്സപ്പെടുത്താൻ പാടില്ല. ആ സമയത്താണ് ഹൈവേയുടെ മുന്നിലുള്ള ബിവറേജിന്റെ മുന്നിൽ നിന്ന് ഒരാൾ വീഡിയോ എടുത്തതിന് ആ വീഡിയോ മൊബൈൽ തട്ടിപ്പറിക്കുകയും അയാളെ മർദ്ദിച്ച് അവശനാക്കി ചെയ്തത്. ആ മർദ്ദിച്ച് അവശനാക്കിയ ആളെ കാലിന് പരിക്കുണ്ട്, കൈന് പരിക്കുണ്ട്, തോളിന് പരിക്കുണ്ട്. പരിക്കേറ്റ ആൾ ഇപ്പോൾ അവിടെ എടപ്പാൾ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 9:30 മണിക്ക് ബീവറേജിന് അനധികൃതമായിട്ട് മദ്യം കൊടുക്കുക. ബീവറേജിലെ സ്റ്റാഫുകൾ തെളിവിന് കയൽ ടു AP 8551 വണ്ടിയിൽ നിന്ന് ലോറിയിൽ നിന്ന് ലോഡ് കയറ്റിട്ടുണ്ട്. കണ്ടനകം ബീവറേജ് എടപ്പാൾ ബേസിലുള്ള കണ്ടനകം ബീവറേജ്. സ്റ്റാഫിൽ ഇറങ്ങി വരുന്ന മുരളി, ഒപ്പമുള്ള ഒരു ലേഡീസ് സ്റ്റാഫൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഇവിടെ. ബീവറേജ് സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടുന്ന് ലോഡ് ഇറക്കുകയാണ്. 2 ലോറി അവിടെ നിൽക്കുന്നുണ്ട്. ഒന്ന് KL 2AD
KL2 8121 അവിടുന്ന് ലോഡ് കയറ്റുണ്ട്. ആ സമയത്ത് തന്നെ അനധികൃതമായിട്ട് ഇവിടുന്ന് മദ്യം